അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ ജനിച്ച് പാവട്ടിയിൽ നിന്ന് വിവാഹിതനായി നമ്മുടെ ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയാണ് ഈ നാട്ടുകാരൻ പാവട്ടിയുടെ മരുമകനാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ശ്രീ വിജയഹരിക്ക് നൽകി ഇന്ദിരാഗാന്ധി നമുക്ക് നൽകിയ കയ്യടയാളത്തിൽ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കണം. കേരളത്തിലാണെങ്കിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പാകിസ്ഥാനിലേക്ക് പോകാനാണ്, ക്രിസ്ത്യാനികളുടെ ഇറ്റലിക്കും. അപ്പൊ വർഗീയ ഫാസിസ്റ്റ് ശക്തിയായ നരേന്ദ്രമോദി വശത്ത്, മറുവശത്ത് പിണറായി വിജയന്റെ സർക്കാർ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ, അരിവാൾ ചുറ്റിയ നക്ഷത്രം, താമര, ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹത്തെ വമ്പിച്ച ഒരു ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് മണലൂരിന്റെ ശബ്ദം കേരള നിയമസഭയിൽ എത്തിക്കാൻ ഒരു കൈ സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്തായി സംസാരിക്കാൻ എന്റെ പ്രിയ സുഹൃത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കസാരിയെ ക്ഷണിക്കുന്നു. നല്ലവരായ നാട്ടുകാരെ സഹോദരങ്ങൾ, നമുക്ക് മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ കടന്നു വന്നിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, മണലൂരിന് ഒരു MLA ഉണ്ടാകും. 5 വർഷം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അന്നൊരാണ് മത്സരിച്ചിരുന്നു. പക്ഷേ ഒരു MLA ആയി അയാൾ അനുഭവിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് കിട്ടിയില്ല. ദൗർഭാഗ്യവാന്മാരാണ് നമ്മൾ, നിർഭാഗ്യവാന്മാരാണ് മണലൂരുകാർ. ഒരാളെ വിജയിപ്പിച്ചു വിട്ടിട്ട് ഉറക്ക വിസയിൽ ദുബായിക്ക് പോയ പോലെ 5 കൊല്ലം ഒരാൾ അവിടെ പോയി നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ആ MLA പരാമർശിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം, ഒരു സബ്മിഷൻ ഉന്നയിച്ചതായിട്ട്, ഒരു ബില്ല് അവതരിപ്പിച്ചതായിട്ട്, ഒരു ഭേദഗതി അവതരിപ്പിച്ചതായിട്ട്, അമെന്റ്മെന്റ് അവതരിപ്പിച്ചതായിട്ട്, മണലൂരിന് വേണ്ടി ഉയർന്ന ഒരു ശബ്ദമായിട്ട് ഒരു വാക്ക് പോലും അയാളിൽ നിന്ന് നമുക്ക് കേൾക്കാനായി. നിങ്ങൾക്കറിയാലോ, തൊട്ടപ്പുറത്ത് വരെ നമ്മുടെ BMPC റോഡ് വന്ന് കേട്ടു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും പ്രിയങ്കരനായ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയുടെയും സഹായത്തോടുകൂടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമ്മൾ പാസാക്കി കൊണ്ടുവന്ന് നിർത്തിയ BMPC റോഡ് അങ്ങാടിത്താഴം തൊട്ട് ഇതാ ഈ കാണുന്ന പൊന്നാങ്കുളം വരെ നമ്മൾ ചെയ്തു. കവലയിൽ നിന്ന് പാവറട്ടിയിലേക്ക് ചെയ്തു. 5 കൊല്ലം കഴിഞ്ഞു പോയി. 5 വർഷം ആ നിയമസഭയിൽ കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ അവസാനം തെരഞ്ഞെടുപ്പിന്റെ തലേനാള് 2 JCB കൊണ്ടുവന്നിട്ട് മാന്താൻ നിൽക്കുകയാണ്. നാണമില്ല എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 5 വർഷം എന്തായിരുന്നു ഇയാൾക്ക് പണി? അവസാനം 2 JCBക്ക് ദിവസം 800 രൂപ കൊടുത്തിട്ട് കൊണ്ടുവന്ന് മാന്താണ്. 5 വർഷമായി ഇയാൾ MLA ആയി പോയിട്ട്. 5 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് ഇത് കൊണ്ടുവന്നത്. ഈ കാണുന്ന പൊന്നാങ്കുളത്തിൽ നിന്ന് 1 മുഴം റോഡ് നന്നാക്കാൻ ഇയാളെ കൊണ്ട് സാധിച്ചോ? കവലയിൽ നിന്ന് കുണ്ടുവക്കടവിലേക്ക് 1 മുഴം റോഡ് പണിയാൻ അയാളെ കൊണ്ട് സാധിച്ചോ? ബഹുമാന്യനായ PA മാധവനല്ലേ നമ്മുടെ പാവറട്ടിയിലൂടെയുള്ള റോഡ് BMPC ചെയ്തത്? മുല്ലശ്ശേരി വരെ അത് ചെയ്തപ്പോ മുല്ലശ്ശേരിയിൽ നിന്ന് കാഞ്ഞാണി വരെ ആ റോഡ് BMPC ചെയ്യാൻ 5 വർഷക്കാലം MLA ആയ ഒരു മനുഷ്യന് സാധിച്ചില്ല. വലിയ വാഗ്ദാനമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ നിന്ന് വാടാനപ്പള്ളിയിലേക്ക് അതിവിസ്തൃതമായ റോഡ് ഉണ്ടാക്കുമെന്ന്. 5 വർഷം കടന്നുപോയി. നിങ്ങൾ തൃശ്ശൂരിലൊന്ന് പോയി നോക്കിക്കോ. തൃശ്ശൂരിന് അതിവിശാലമായ റോഡ് നിങ്ങൾക്ക് കാണാം കാഞ്ഞാണി വഴിയിൽ. പക്ഷേ അത് കുപ്പിക്കഴുത്ത് പോലെ ആവും നമ്മുടെ മണലൂർ നിയോജക മണ്ഡലത്തിലേക്ക് കടന്നാൽ. അയ്യന്തോളിൽ നല്ല വീതി, പടിഞ്ഞാറേക്കോട്ടയിൽ നല്ല വീതി, അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് കയറി വന്ന് അവസാനം മണലൂരിന്റെ അതിർത്തി വന്നാൽ അരിമ്പൂരെത്തിയാൽ കുപ്പിക്കഴുത്ത് പോലെയാകും ആ റോഡ്. കാരണം ഒരു മനുഷ്യൻ പോയി ഉറങ്ങാൻ. ഇവിടെ തീരദേശക്കാരും നിങ്ങൾക്കറിയാലോ, തീരദേശത്ത് ഫോറസ്റ്റ് വന്ന് മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുകയാണ്.
നമ്മുടെ തീരപ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ഫോറസ്റ്റ് നിയമത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഈ കൂരിക്കാട് പ്രദേശം എത്രയോ വർഷങ്ങളായി അവിടുത്തെ മനുഷ്യർ അവിടെ ജീവിക്കുന്നു. അവരാണ് അവിടെ കണ്ടൽ നട്ടത്, അവരാണ് അവിടെ പരിസ്ഥിതി സംരക്ഷിച്ചത്, അവരാണ് അവിടുത്തെ തീരപ്രദേശങ്ങൾ കാത്തു സംരക്ഷിച്ചത്. അവരെയൊക്കെ ഇനി ക്രിമിനൽ കേസുകളിൽ കൊടുക്കാവുന്ന വിധം ഫോറസ്റ്റ് നിയമങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കാവുന്ന രീതിയിൽ ഫോറസ്റ്റ് റിസർവായി പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങളൊക്കെ പോയി. ആ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാന്യരായ മന്ത്രി പറയുകയാണ്, ഞങ്ങൾ അവിടുത്തെ ജനങ്ങളോട് അഭിപ്രായം ആരാഞ്ഞിരുന്നു. ആ ജനങ്ങളോട് അഭിപ്രായം ആരാഞ്ഞപ്പോ അവർ പറഞ്ഞു, ഇത് തരക്കെടില്ലാത്ത പരിപാടിയാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന്. ഞങ്ങൾ മിഴിച്ചു നോക്കുമ്പോ എന്താ കാര്യം? അയാൾ പറയണം, ജനങ്ങളോട് മുഴുവൻ ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഞങ്ങൾ MLA വിളിച്ച് മീറ്റിംഗ് നടത്തി. MLA പറയുന്നു, എനിക്കറിയില്ല. മീറ്റിംഗിൽ പോയിരുന്നിട്ട് ഉറക്കം തോന്നുകയാണ് ഒരു MLA. എന്തിനാണ് ഇങ്ങനെ ഒരാൾ? ഒരു നിയമസഭാ സമ്മേളനം കഴിയുന്ന സമയത്ത് അവിടുത്തെ നമ്മുടെ വർത്തമാന പത്രങ്ങളിൽ അതേക്കുറിച്ച് വാർത്ത വരാറുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇന്നലത്തെ നിയമസഭയിൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് വാർത്തയുണ്ടാകുക. ഇന്ന് വരെ നിങ്ങൾ മലയാള മനോരമ വായിക്കുന്നവരല്ലേ, നിങ്ങൾ മാതൃഭൂമി വായിക്കുന്നവരല്ലേ, മാധ്യമം വായിക്കുന്നവരല്ലേ, നിങ്ങൾ ദേശാഭിമാനി വായിക്കുന്നവരല്ലേ സഖാക്കളെ? ഇന്ന് വരെ കേരളത്തിന്റെ നിയമസഭയിൽ ഇന്നലെ മണലൂരിന് വേണ്ടി ഒരു സബ്മിഷൻ ഉന്നയിച്ചു എന്നൊരു വാർത്ത കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? മുരളി പെരുന്നല്ലി എന്ന് പറയുന്ന ഒരു പേര് സംസ്ഥാനത്തിന്റെ നിയമസഭയിൽ നിന്ന് ഉയർന്ന് കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിർഗുണനായ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണ് നമ്മുടെ പ്രതിനിധിയായി 5 വർഷം പൂർത്തീകരിക്കുകയാണ്. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ അണിനിരത്തുന്നത്. യുവത്വത്തിന്റെ പ്രതീകമായി സിരകളിൽ ചോര തുടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഭാവിയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുള്ള ചെറുപ്പക്കാരൻ. നമുക്കുമില്ലേ ആഗ്രഹങ്ങൾ? നമുക്കും നമ്മുടെ നാടിനെ കുറിച്ച് ചില സ്വപ്നങ്ങളില്ലേ? നമ്മുടെ കൂരിക്കാടും പ്രദേശത്തും മനോഹരമായ ഈ തീരപ്രദേശം ഫോറസ്റ്റിനാൽ ആക്രമിക്കപ്പെടാത്ത ഒരു കാലം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ പ്രദേശത്തെ റോഡുകൾ വിസ്തൃതമാകുന്ന ഒരു കാലം നമുക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് മനോഹരമായ സ്വപ്നം നെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കുന്നത് നമ്മൾ സ്വപ്നം കാണുന്നില്ലേ? ആരുടെ കൂടെയാണ് നിങ്ങൾ സ്വപ്നങ്ങളുമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒരു വിഷനുമില്ലാത്ത, ഒരു കാഴ്ചപ്പാടുമില്ലാത്ത 5 കൊല്ലം പോയി കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യന്റെ പുറയിൽ നമ്മുടെ കുട്ടികൾ, പേരക്കിടാവുകളുടെ നാളുകളുടെ ഭാവി നമുക്ക് പ്രതീക്ഷയർപ്പിക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾക്ക് നാളെ പ്രതീക്ഷയർപ്പിക്കാൻ സാധിക്കുമോ? ഒരു കാലത്തെക്കുറിച്ച് നമ്മുടെ കാലം, നമ്മുടെ മക്കളുടെ കാലം, അവർക്ക് സാധ്യതകളുടെ വാതായനങ്ങൾ തുറക്കപ്പെടുന്ന ഒരു കാലം രൂപപ്പെടേണ്ടത് നമുക്ക് ഇയാളെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുമോ? അവിടെയാണ് ഐക്യജനാധിപത്യ മുന്നണി ചുറുചുറുക്കുള്ള കാഴ്ചപ്പാടുള്ള ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് മുന്നിൽ നിർത്താൻ തയ്യാറായിരിക്കുന്നത്. നല്ല കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ പ്രദേശത്തെ വലിയ വികസനത്തെ സ്വപ്നം കാണുന്ന ഒരു ചെറുപ്പക്കാരൻ തീർച്ചയായും അദ്ദേഹത്തെ നമുക്ക് തെരഞ്ഞെടുക്കാം. നമ്മൾ അങ്ങനെ ഒരു അവകാശം നമ്മൾ വിനിയോഗിച്ചാൽ, നമ്മുടെ ഒരു വിലപ്പെട്ട വിലയേറിയ വോട്ടവകാശം നമ്മൾ വിജയ് ഹരിക്ക് അനുകൂലമായി ഉപയോഗിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഒരു കാരണവശാലും നിങ്ങൾ അതേക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരികയില്ല. നിങ്ങൾ അതേക്കുറിച്ച് ഒരു കാലത്തും ആവലാതിപ്പെടേണ്ടി വരികയില്ല. സഹോദരന്മാരെ, ഒരു കാര്യം കൂടെ ശ്രീ വിജയ് ഹരി ഇവിടെ ഈ വേദിക്കടുത്തുണ്ട്. അദ്ദേഹത്തെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ വിജയ് ഹരി വിജയിച്ചു വന്നാൽ, ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വന്നാൽ, ഐക്യജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, ഒരു കാരണവശാലും കൂരിക്കാടിന്റെ തീരപ്രദേശങ്ങൾ ഫോറസ്റ്റ് വകുപ്പിന് എഴുതി കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് വളരെ കൃത്യമായി നാട്ടിലെ ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് കൃത്യമായ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകേണ്ട വിഷയമാണ്. അതുപോലുള്ള നമ്മുടെ മേഖലയിലെ ഒട്ടനവധി വിഷയങ്ങൾ, നമ്മുടെ റെഗുലേറ്റർ, ഏനമാവ് റെഗുലേറ്റർ, നമ്മുടെ ഇടിയഞ്ചർ റെഗുലേറ്റർ വാഗ്ദാനങ്ങളല്ലാതെ എന്താണ് ഇയാൾ ചെയ്തു കൂട്ടിയത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി സംസാരിക്കുകയില്ല.
നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. നമ്മുടെ പ്രദേശത്തെ കുറിച്ച് ചില സ്വപ്നങ്ങൾ നമ്മൾ കൂട്ടുന്നുണ്ട്. പാവറട്ടി ഒരുപാട് മുന്നോട്ട് പോകണം. പാവറട്ടിയുടെ സെന്ററിന്റെ വികസനം നമുക്ക് നടത്തണം. നമ്മുടെ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കണം. ഇന്ന് വരെ 5 വർഷമുണ്ടായിട്ട് ഒരു സംസ്ഥാന ആവിഷ്കൃത പദ്ധതി ഉണ്ടാക്കാൻ ഈ MLAക്ക് സാധിച്ചില്ല. ദാഹജലത്തിന് വേണ്ടി ദാഹിച്ചു വലയുന്ന തീരപ്രദേശ നിവാസികളുള്ള പ്രദേശമാണ് പാവറട്ടി. ഇന്ന് വരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയെത്ര പഞ്ചായത്തുകളിലാണ് സംസ്ഥാന ആവിഷ്കൃതമായ പദ്ധതികൾ ഉണ്ടായത്. 58,000 കോടി രൂപക്കാലത്ര കിഫ്ബിയുടെ പദ്ധതികൾ വന്നത്. 58,000 കോടി രൂപ ഒരു സംസ്ഥാനത്ത് ഭരണകക്ഷി MLAമാരുടെ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി വിതറുമ്പോ 1 കോടിയെങ്കിലും അതിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ട് ഒരു കുടിവെള്ള പദ്ധതിക്ക് രൂപം കൊടുക്കാൻ, ഒരു ടാപ്പിലെങ്കിലും വെള്ളം നിറച്ചൊരു വീട്ടിലേക്ക് വെള്ളം കൊടുക്കാൻ ഈ MLAക്ക് സാധിച്ചില്ല. ദയനീയമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ MLAയുടെ ചരിത്രം. നിർഗുണനായ, ഒരു കഴിവുമില്ലാത്ത CPക്കാർ പോലും CPMകാർ പോലും നമ്മളോട് പറയുന്നതാണ് അവർക്ക് വേറെ നേതാവിലായിരുന്നു പ്രതീക്ഷ. പക്ഷെ ആ നേതാവിന് സീറ്റ് കിട്ടിയില്ല. അവസാനം നിർഗുണനായി മനുഷ്യനെ തന്നെ പേരേണ്ടി വന്നതിന്റെ ദുഃഖത്തിലുള്ള നല്ലവരായ CPMകാർ ഇവിടെയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന കാര്യം ഞങ്ങൾ ഉറപ്പുണ്ട്. കാരണം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിച്ചവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് നാട്ടിലെ സാധാരണക്കാരന്റെ വികാരങ്ങളോടൊപ്പം നിന്ന പാർട്ടിയാണ്. ഇന്ന് ആ പാർട്ടിയുടെ സ്ഥിതി ഞാൻ പറയേണ്ട കാര്യമില്ല. വലിയ വലിയ കള്ളക്കടത്തുകളാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ആളുകൾ ചെയ്തു കൂട്ടുന്നത്. കള്ളക്കടത്തിന്റെ രാജാക്കന്മാരാണ് അവർ ഇരുന്നത്. ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഹാജി മസ്താനെ കുറിച്ച്. ബോംബെ അധോലോകം അടക്കിവാണ വലിയ അധോലോക നായകന്മാർ ഹാജി മസ്താൻ, യൂസഫ് പട്ടേൽ, വരദരാജ മുതലിയാർ, ബഡാരാജൻ, ഛോട്ടാരാജൻ, ദാവൂദ് ഇബ്രാഹിം, എത്രയെത്ര പേരുകളാണ് നമ്മൾ കേട്ടുപോയത്. പക്ഷെ അവരൊക്കെ എടുത്തൊരു റിസ്ക് ഉണ്ടായിരുന്നു. അവരെടുത്ത റിസ്ക് സ്വർണം കടത്തിക്കൊണ്ടുവരുമ്പോ കടലിൽ കപ്പൽ നിർത്തി ഇന്ത്യയുടെ സൈന്യത്തെ വെട്ടിച്ച് ഇവിടുത്തെ കസ്റ്റംസിനെ വെട്ടിച്ചിട്ടാണ് അവർ ഇതൊക്കെ നടത്തിയിരുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ നടക്കുന്നത് ബഹുമാനനായ സ്ഥാനാർത്ഥി കടന്നു വരികയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥി നമ്മോട് സംസാരിക്കും. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ചെയ്യുന്നത് സ്വന്തം എല്ലാ കസ്റ്റംസും ഒരു സേനയും പോലീസും ഒന്നും പരിശോധിക്കാത്ത വിധം നയതന്ത്ര ബാഗേജിൽ സ്വർണം എടുക്കുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദീർഘമായി സംസാരിക്കാനല്ല ഇപ്പോഴത്തെ ആവശ്യം. പക്ഷെ ഞാൻ ഈ പ്രദേശത്തിന്റെ ഇത്തിരി വികാരങ്ങൾ പറഞ്ഞതാണ്. ബഹുമാനനായ നമ്മുടെ സ്ഥാനാർത്ഥി ഏറെ പ്രതീക്ഷകളോടുകൂടി നമ്മൾ കാണുന്ന ബഹുമാനനായ പ്രിയപ്പെട്ട വിജയ് ഹരിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ മണ്ണ് ജനാധിപത്യ മുന്നണിയോടൊപ്പം സഞ്ചരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഞങ്ങളുടെ ആഗ്രഹങ്ങളുണ്ട്, ഞങ്ങളുടെ സാധ്യതകളെ കുറിച്ച് ഞങ്ങൾ കിനാവ് കാണുന്നു. അങ്ങയോടൊപ്പം സഞ്ചരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾക്കൊപ്പം അങ്ങ് ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്ത് എല്ലാ ആശംസകളും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി താജുദ്ദീൻ പൂരിക്കാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ TK സുബ്രഹ്മണ്യൻ ക്ഷണിക്കുന്നു. ഈ വാർഡ് പ്രസിഡന്റ് കൂടിയായ ശ്രീ CP ജയൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ സുബിൻ ഈ സ്വീകരണത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട വിജയ് ഹരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ നേതാക്കളെ, പ്രബുദ്ധരായ വോട്ടർമാരെ, മണലൂർ നിയോജകമണ്ഡലത്തിന്റെ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ പ്രിയ നേതാക്കൾ രാഷ്ട്രീയ കാര്യങ്ങളും മറ്റും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ മണലൂരിൽ നിന്ന് വിജയിച്ച് ഒരു MLA ആകാൻ
പ്രവർത്തിക്കാൻ ഒരവസരം ലഭിച്ച 5 വർഷം കൊണ്ട് ഈ മണലൂരിന്റെ മുഖച്ഛായ കാട്ടുന്ന കർമ്മ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി വിഷൻ 2126 സ്റ്റാൻഡപ്പ് മംഗളൂർ എന്ന ഒരു പദ്ധതി സ്വയം പര്യാപ്തമായ മംഗളൂർ, അതായത് വിദ്യാഭ്യാസ കാര്യങ്ങൾ മുതൽ സർവത്ര കാര്യങ്ങളിലും നമുക്ക് സ്വയം പര്യാപ്തമാകേണ്ടതുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം അരിമ്പൂരിൽ പ്രചരണത്തിന് നിൽക്കുമ്പോൾ 100 വാഹനങ്ങൾ തൃശൂർ ഭാഗത്തേക്ക് രാവിലെ പോകുമ്പോൾ 5 വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാ കാര്യത്തിലും തൃശൂർ ടൗണിനെ ആശ്രയിക്കുകയാണ്. ആസ്പത്രി മാറണം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് വിദ്യാഭ്യാസം നേടാനുള്ള സ്ഥാപനങ്ങൾ നമുക്കിവിടെ കൊണ്ടുവരണം. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക്, തൊഴിൽദാതാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ലഭ്യമാക്കാനുള്ള പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവരണം. അങ്ങനെ സർവത്ര കാര്യങ്ങളിലും വികസനം കൊണ്ടുവരണം. വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടെ കരിയർ ഗൈഡൻസ് സെന്ററുകൾ ഉൾപ്പെടെ വിപുലമായ പദ്ധതികൾ. തൊഴിൽ മേഖലയിൽ മിനി IT പാർക്ക് 5000 പേർക്ക് വരെ ജോലി ലഭ്യമാക്കുന്ന പദ്ധതി. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ഇൻഡസ്ട്രിയൽ പാർക്ക്. അതേപോലെ തന്നെ നിരവധി വനിതകൾ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. വീട്ടമ്മമാർ, അവർക്ക് ഇന്ത്യൻ കോഫി ഹൗസിന്റെ മാതൃകയിൽ സഹകരണ സംഘമുണ്ടാക്കി ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ. ഇതെല്ലാം നടത്താൻ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം മതി. തൊഴിൽ മേഖലയിൽ നമുക്ക് മികച്ച ശമ്പളം ലഭ്യമാക്കാനുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരികയും വിദ്യാഭ്യാസം നേടാനുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരികയും ചെയ്താൽ ആരോഗ്യ മേഖലയിൽ നമുക്ക് ചികിത്സ നേടാൻ, നമുക്ക് എന്തെങ്കിലും ചികിത്സ നടത്തണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാകണം. നിരവധി മാറാരോഗികൾ ഇവിടെയുണ്ട്. കിഡ്നി പേഷ്യൻസ് ഉണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്. അവർ പ്രതിമാസം 10-30,000 രൂപ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇവിടെ തന്നെ ചുരുങ്ങിയ ചെലവിൽ അത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ. അങ്ങനെ അടിസ്ഥാന വികസനമായ റോഡ്, കുടിവെള്ളം, ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ജലസമൃദ്ധിയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ജലം ശുദ്ധീകരിച്ച് ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവന്ന് പ്രാദേശികമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കുകയോ വിതരണം ചെയ്യുന്ന ആ സംവിധാനം ഇവിടെ പ്രായോഗികമാക്കണം. അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് പാവർട്ടി പഞ്ചായത്തിൽ എവിടെയും കുടിവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. യുവാക്കൾക്ക് കളിക്കുവാനുള്ള എല്ലാ പഞ്ചായത്തിലും ടർഫ് ഉൾപ്പെടെയുള്ള കളിസ്ഥലങ്ങൾ. സർവത്ര വികസനം. ടൂറിസം മേഖല, പ്രത്യേകിച്ച് പാവർട്ടി പഞ്ചായത്തിന്റെ പ്രസക്തി ഞാൻ പറയേണ്ടതില്ല. നമ്മളിവിടെ മനോഹരമായ കായലുകളുണ്ട്, പുഴയുണ്ട്, വാടാനപ്പുഴയിൽ കടലുമുണ്ട്, പാടശേഖരങ്ങളുണ്ട്. ഇതിന്റെ മനോഹാരിത സത്യത്തിൽ നമ്മൾ പോലും കണ്ടിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാനിവിടെ നിന്ന് വിവാഹം കഴിച്ചിട്ടുള്ളത് ഇവിടെ മരുതിയൂരിൽ നിന്നാണ്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വിവാഹത്തിന് ശേഷമാണ് ഇത്രയും മനോഹരമായ സ്ഥലം തന്നെ കണ്ടത്. അതിനു മുമ്പൊക്കെ ഇതിലെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ കാണാനൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പുഴയും കായലും കടലുമെല്ലാം മനോഹരമാക്കി ലോകത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കണം. അതിനെ മോടി പിടിപ്പിച്ച് നമ്മുടെ കേരളത്തിന്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി, ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മണലൂരിനെ മാറ്റണം. വിദേശികൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ആലപ്പുഴയിലേക്ക് പോകുന്നതിന് പകരം മണലൂരിനെ തേടിയെത്തണം. 2500 ഹെക്ടറോളം വരുന്ന നമ്മുടെ കോൾനിലങ്ങളിലെ നെല്ല് അത് അരിയാക്കി മാറ്റി മണലൂർ പ്ലാന്റിൽ ഇറക്കണം. അങ്ങനെ അനവധി പദ്ധതികൾ മനസ്സിലുണ്ട്. ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇവിടെ ഞാൻ സമയക്കുറവ് മൂലം എല്ലാത്തിലേക്കും കടക്കുന്നില്ല. UDFന്റെ ഗവൺമെന്റ് വരണം. UDFന്റെ ഒരു MLA ഉണ്ടാകണം. നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ വോട്ടുകൾ മാത്രം ചെയ്താൽ പോരാ. നിങ്ങൾ
ഇവിടുത്തെ മറ്റു വോട്ടർമാരെ കൂടി UDF വരേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി എളിയവനായ എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരു ഹാരാർപ്പണം കൂടി നടത്തുന്നു. പ്രിയപ്പെട്ട VV അബു ഹാജി സ്ഥാനാർത്ഥിയെ. പ്രിയമുള്ളവരെ, നാളെ 1:30 മണിക്ക് ഇന്ത്യയുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി 1:30 മണിക്ക് ചാവക്കാട് വരികയാണ്. ചാവക്കാട് വരുമ്പോ ഓരോ ബൂത്തിൽ നിന്നും ഓരോ വാഹനത്തിൽ ചാവക്കാട്ടേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. അതാത് ബൂത്ത് ചെയർമാൻമാർ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കൂടി അറിയിക്കുകയാണ്. വരികയാണ് മണലൂരിന്റെ യുവത്വത്തിന്റെ പ്രതീകമായ വിജയഹരി. മണലൂരിനെ നയിക്കുവാൻ ആവേശോജ്വലമായ യുവത്വം ഇതാ കടന്നു വരുന്നു. നമ്മുടെ വിജയഹരി വരികയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും സമൃദ്ധമായ മണലൂരിന്റെ ഭൂപ്രദേശത്തെ പോലും അവഗണിച്ചുകൊണ്ട്, മണലൂരിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട്, മണലൂരിലെ ജനങ്ങൾക്കൊന്ന് കാണാൻ പോലും കഴിയാതിരുന്ന ഒരു MLA ഇനിയും 5 വർഷക്കാലം സഹിക്കുവാൻ ഞങ്ങൾക്ക് ആവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു ജനതയുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാണ് നമ്മുടെ ജനനായകൻ